ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. സമൃദ്ധയുടെ എല്ലാ സംശയങ്ങളും നമുക്ക് മാറ്റാം. ധൈര്യമായിട്ടിരിക്കെ. എനിക്ക് ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാം. ഓക്കെ. ശ്രീരാമകൃഷ്ണ ഓർഫനേജിൽ നിന്നും ദത്തെടുത്തതിന്റെ ഡോക്യുമെന്റ്സ് ആണ്. അത് ശരി. അപ്പോ ആ കുഞ്ഞിനെ ദത്തെടുത്തതാണെന്ന് ഉറപ്പായി അല്ലേ? നിന്റെ ചേച്ചി ആള് കൊള്ളാലോ. എന്റെ ചേച്ചി ഇതിനൊക്കെ ഒരുപാട് മുകളില. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവരെന്തും ചെയ്യും. ദാ ഇതൊന്ന് നോക്കിയേ. ഇതെന്താ? ഇത് ഏതോ ഗവൺമെന്റ് ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ അല്ലേ? ഇത് കേരള സർക്കാരിന്റെ ഗസറ്റ് വിജ്ഞാപനമാണ്. ദത്തെടുത്ത പൂങ്കൊടി എന്ന കുഞ്ഞിന്റെ പേര് ചിപ്പി എന്ന് മാറ്റാനുള്ള ഗസറ്റ് പരസ്യം. അത് ശരി. അപ്പൊ ഒരു തമിഴത്തി കൊച്ചിനെ ദത്തെടുത്ത് സ്വന്തം മോളായി വളർത്തുന്നു. അങ്ങനെ വെറുതെ ഒരു കുഞ്ഞിനെ പോയി നിന്റെ ചേച്ചി ദത്തെടുക്കുവോ? ഇവളുടെ ചേച്ചിയായോണ്ട് എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ കൊച്ചിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഓർഫനേജില് അതിന്റെ രേഖകൾ ഉണ്ടാവും. പക്ഷെ ഇത് അവിടെ ചെന്ന് അന്വേഷിച്ച മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ. എന്റെ ചേച്ചി ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ വെറുതെ ഒന്നും ഒരു കുഞ്ഞിനെ അവര് ദത്തെടുക്കില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അന്വേഷിക്കണം. നിന്റെ ചേച്ചി ഇന്ന് അനുഭവിക്കുന്ന സ്വത്തുക്കൾക്കെല്ലാം ആ കുഞ്ഞായിരിക്കും ഇനി അനന്തരാവകാശി. ആ കുഞ്ഞിന്റെ പേര് ഇപ്പൊ തന്നെ നല്ലൊരു ഭാഗം എഴുതി വെച്ചിട്ടുണ്ടാവും. കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പുവരുത്താതെ ഓരോ ഓർഫണേജുകാരും അഡോപ്ഷൻ അനുവദിക്കില്ല. അതിന് ഈ ശ്രീരാമകൃഷ്ണ ഓർഫനേജ് എവിടാന്നറിയാവോ? സ്ഥലം എവിടെയാന്ന് കാണുന്നില്ല. ആ ഭാഗം ക്ലിയർ ആയിട്ടില്ല. ഇതിനകത്തൊരു നമ്പറുണ്ട്. ഞാൻ ആ നമ്പറിൽ വിളിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യും? ഏത് ഓർഫനേജ് ആണെന്ന് ഇനി എങ്ങനെ കണ്ടുപിടിക്കും? കിട്ടും. എങ്ങനെയെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. പൂങ്കൊടി അറിയണോ എനിക്ക് ആ കുഞ്ഞിന്റെ പിന്നിലെ സത്യം എന്താണെന്ന്. ഹലോ സമൃദ്ധ, അന്ന് ബ്ലഡ് പരിശോധിച്ചിട്ട് റിസൾട്ടുമായിട്ട് പിന്നെ വന്നില്ലല്ലോ. എന്തു പറ്റി? തിരിച്ചു പോയോ? ഡോക്ടർ, ഞാൻ ആകെ കൺഫ്യൂഷനില്ല. എന്തു പറ്റി? ഡോക്ടർ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണെന്നാ സിസ്റ്റർ എന്നോട് പറഞ്ഞത്. ആ സമയത്ത് അവിടെ ഒരു കുട്ടിക്ക് AB പോസിറ്റീവ് ബ്ലഡ് ആവശ്യമായിട്ടും വന്നു. എന്നിട്ട് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവാ.
ഈ കുട്ടിക്ക് ഞാൻ ബ്ലഡ് കൊടുക്കാം. വെരി ഗുഡ്. ഒരു ജീവൻ രക്ഷിക്കാൻ ബ്ലഡ് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതല്ല ഡോക്ടർ, എന്റെ പഴയ ട്രീറ്റ്മെന്റ് ഫയലുകൾ ഞാൻ ഒന്നുകൂടി പരിശോധിച്ച് നോക്കി. അതില് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി പോസിറ്റീവ് എന്നാ. ഇതെങ്ങനെ ശരിയാവും ഡോക്ടർ? എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണെങ്കിൽ ഇന്ന് അവിടെ പരിശോധിച്ചപ്പോ അതെങ്ങനെയാ എ ബി പോസിറ്റീവ് ആയത്? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. ആ കുട്ടിക്ക് ബ്ലഡ് കൊടുത്തതോടെ ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പായി. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവ് തന്നെയാ. പക്ഷേ പഴയ ഫയലില് ബി പോസിറ്റീവ് എങ്ങനെയാ വന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ. ഇതില് അത്ര വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചില തെറ്റുകൾ ലാബിൽ സംഭവിക്കാറുണ്ട്. പഴയ ലാബ് ടെക്നീഷ്യന് പറ്റിയൊരു പിഴവാകാം. എന്തായാലും അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം. ഡോക്ടർ, ഞാൻ പറയുന്ന ഒന്ന് വിശദമായിട്ടൊന്ന് കേക്ക്. എന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. സമൃദ്ധയുടെ എല്ലാ സംശയങ്ങളും നമുക്ക് മാറ്റാം. ധൈര്യമായിട്ടിരിക്കുക. എനിക്ക് ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. ഞാൻ പിന്നീട് വിളിക്കാം. ഓക്കെ? ചേട്ടാ എത്രയായി? 50. എന്താ ഇത്?